ഇതാണ് നമ്മുടെ ഇളംപഴുക്ക കപ്പക്ക. ഈ ഇളംപഴുക്ക കപ്പക്ക എന്ന് പറയുമ്പോൾ എന്താണെന്ന് വിചാരിക്കുമല്ലേ? അതാണ് നമ്മുടെ പപ്പായയിലെ അതിൻ്റെ കളറ് മാറി വരുന്ന ആ ഒരു സൈസില്ലേ, അതാണ് കേട്ടോ. നല്ലപോലെ പഴുത്തതല്ല, ഒന്നിങ്ങനെ ഇളങ്ങനെ ഒന്ന് പഴുത്ത് വരുന്നതിനാണ് നമ്മളിങ്ങനെ ഇളംപഴുക്ക കപ്പക്ക എന്ന് പറഞ്ഞ് ശീലമായി കേട്ടോ. അപ്പോൾ അത് പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയെല്ലാം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് രണ്ടോ മൂന്നോ 2 വിസിലേ ഞാൻ ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇത് നല്ല പോലെ കഷ്ണം വന്നിട്ടുണ്ട്. കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞൊഴിക്കണം. പിന്നെ ഇതാ തേങ്ങ, ജീരകം എല്ലാം കൂടി അരച്ചിട്ടും കൂടി ചേർത്ത് നല്ല പോലെ തിളച്ചതിന് ശേഷം കടു, ഉലുവ, കറിവേപ്പില എല്ലാം കൂടി വറുത്തിട്ട് കൂടി ഇട്ടാൽ നമ്മുടെ ഇളം പഴുക്ക കപ്പക്ക പുളിങ്കറി ഇവിടെ സെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമല്ലേ ഞാൻ നല്ല ചൂട് ചോറും കുറച്ച് അവിയലുണ്ടാക്കിയിട്ടുണ്ട്. അതിന് ആ അവിയലിൻ്റെ വീഡിയോ ഞാൻ ലോങ് വീഡിയോയിൽ ഇപ്പോൾ ഇടുവേ, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. പിന്നെ ഇതാ പപ്പടും മുളക് കൊണ്ടാട്ടും എല്ലാം കൂട്ടി ഒരു ചോറിനിട്ടെ. അപ്പോൾ ഭയങ്കര ചൂടായിട്ട് ഇങ്ങനെ മുട്ടാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതെല്ലാം തണിഞ്ഞതിന് ശേഷമല്ല ഞാനൊന്ന് വൃത്തിക്ക് സമാധാനത്തിൽ അപ്പുറം പോയി ഇരുന്ന് തിന്നുക. ഇതൊന്ന് വീഡിയോക്ക് വേണ്ടി ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷമായിട്ട് കാണാം. ബൈ.